എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപ്ത്. ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂം മീറ്റിംഗിൽ ആദ്യമായി പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തേത്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ലിങ്കിൽ ടച്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മീറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ടാമത്തേത്, സൂം മീറ്റിംഗിൽ ആദ്യമായി പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ നെയിം മാറ്റുന്നത്. മൂന്നാമത്തേത്, സൂം മീറ്റിംഗിൽ പ്രവേശിച്ച ശേഷം എങ്ങനെയാണ് മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്. നാലാമത്തേത്, ഈ ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്യേണ്ടത്. അഞ്ചാമത്തേത്, എങ്ങനെയാണ് ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ചാറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വന്നിട്ടുള്ള സൂം ലിങ്കിൽ ടച്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മീറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു മെസ്സേജ് വരും. ജോയിൻ സൂം മീറ്റിംഗ് കണ്ടല്ലേ, ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഒരു മെസ്സേജ് ആയിരിക്കും. അതിൽ ആ ജോയിൻ സൂം മീറ്റിംഗ് എന്ന ലിങ്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാമറേൻ്റെ പെർമിഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇത് തന്നെ. അലോ സൂം ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോസ്. അപ്പം നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യുന്നതിനുള്ള പെർമിഷനാണ് ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ കാണിക്കുന്നത് എഡിറ്റിംഗ് ഡിസ്പ്ലേ നെയിം എന്നാണ്. എഡിറ്റിംഗ് ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൂം മീറ്റിംഗിലേക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രൊഫൈൽ നെയിം കാണിക്കണം. ഈ എഡിറ്റിംഗ് ഡിസ്പ്ലേ നെയിം എന്നതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറിലൊരു കോളം കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യണം. ആ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്ത് ഒരു ഓക്കെ എന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മീറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മുടെ പേരെന്താണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ഒരു പേര് കൊടുക്കുന്നത്. അതിനുശേഷം താഴെ ഭാഗത്ത് ജോയിൻ അതുപോലെ സൈൻ ഇൻ എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ എന്നാണ്. നമ്മൾ ടച്ച് ചെയ്യേണ്ടത് ജോയിൻ എന്ന ബട്ടൻ്റെ മുകളിലാണ്. നമ്മളൊരു മീറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ജോയിൻ ആണ് ടച്ച് ചെയ്യേണ്ടത്. ജോയിൻ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അലോ സൂം ടു മേക്ക് ആൻഡ് മാനേജ് ഫോൺ കോൾസ് എന്ന് വെച്ചാൽ നമുക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാൻ, അതുപോലെ ഈ ഒരു മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ നമുക്ക് കോളുകളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ ഈ ഒരു സൂം ആപ്പിന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർമിഷൻ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എലോ എന്നാണ്. എലോ എന്ന ആ ഒരു ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു മീറ്റിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പേര് മാറ്റുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങളുടെ സൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൂം മീറ്റിങ്ങിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നാലാമത്തെ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ആ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ വരും. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻറ്റിൽ ഏറ്റവും മുകളിൽ കാണിക്കുന്നത് നമ്മുടെ പേരായിരിക്കും. അപ്പം ദിനേശ് സാറാണെങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിനേശ് എന്ന് പറഞ്ഞ പേരായിരിക്കും ഏറ്റവും മുകളിൽ കാണിക്കുക. അപ്പം ആരാണോ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പേരായിരിക്കും ഏറ്റവും മുകളിൽ കാണിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ആ പേരിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ അടുത്തതിൽ ഇത് കണ്ടോ, താഴെ ഭാഗത്ത് ഇങ്ങനെ കാണിക്കും. ഒന്ന് റേസ് ഹാൻഡും പിന്നെ റീനെയിമും. അപ്പോൾ ആ റീനെയിം എന്നുള്ള അവിടെ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ആ പേര് മാറ്റാൻ പറ്റും. റീനെയിമിൻ്റെ അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. എന്നിട്ട് ഇവിടെ ഐഫോൺ ഉണ്ട്. ഈ ഐഫോൺ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ താഴെ ഭാഗത്ത് കാണിക്കുന്ന ഓക്കെ എന്നല്ലേ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ നെയിം മാറിയിട്ട് അത് നമ്മുടെ പേരായിട്ട് സേവ് ആവുന്നതാണ്. നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോൾ സാറ് ചില സമയത്ത് പറയാറുണ്ട്, ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു കേസിൽ ചില ആളുകൾ പറയാറുണ്ട് അവർക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, മൈക്ക് ഓപ്പൺ ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം അതുപോലത്തെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. സൂം മീറ്റിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ സൂം മീറ്റിംഗിന്റെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഈ സ്റ്റെപ്പ് 1 എന്നല്ലേ, ഈ സ്റ്റെപ്പ് 1 കാണുന്നത് പോലെ ഒരു മൈക്കും അതിൻ്റെ ക്രോസ് ആയിട്ട് ഒരു റെഡ് ലൈനും കാണാൻ പറ്റും. ആ ഒരു റെഡ് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഇവിടേക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റെഡ് ലൈൻ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് 1 കാണുന്ന മൈക്കാണെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 കാണുന്നില്ലേ, അതുപോലെ നിങ്ങളുടെ മൈക്ക് ഓപ്പൺ ആയി വരും. ആ ഓപ്പൺ ആയ മൈക്കിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പച്ച കളറിൽ ഇങ്ങനെ കാണിക്കാം, പച്ച കളർ ഇങ്ങനെ കാണും. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നത്.
ഈ ഒരു മൊബൈൽ സ്ക്രീനിൽ ഈ ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പം താഴെ സ്റ്റാർട്ട് വീഡിയോ എന്ന് കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് വീഡിയോൻ്റെ മുകളിൽ ടച്ച് ചെയ്യാം. സൂം ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ നമ്മളൊരു പെർമിഷൻ ചോദിക്കും. ഇവിടെ വൈ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്യണം. കണ്ടോ, അപ്പോൾ നമ്മുടെ വീഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, അപ്പം ഇങ്ങനെയാണ് വീഡിയോ ഓൺ ആക്കേണ്ട രീതി. ഇനി അതുപോലെ തന്നെ വീഡിയോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോപ്പ് വീഡിയോ എന്ന് കണ്ടോ, താഴെ ഭാഗത്ത് സ്റ്റോപ്പ് വീഡിയോ, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ആ വീഡിയോ ഓഫായി. കണ്ടില്ലേ, ഇവിടെ നിന്ന് ആ ഫോട്ടോ പോയി. വീണ്ടും ഇനി ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങളുടെ ഡിസ്പ്ലേൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് വീഡിയോ ടച്ച് ചെയ്യുക. കണ്ടോ, അപ്പോൾ ക്യാമറ ഓണായി. ഇനി അതുപോലെ ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക, എന്നിട്ട് സ്റ്റോപ്പ് വീഡിയോൻ്റെ അവിടെ ടച്ച് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സൂം മീറ്റിങ്ങിൽ നിന്നും വീഡിയോ ഓൺ ആക്കേണ്ടതും ഓഫ് ചെയ്യേണ്ടതും രീതികൾ. അപ്പോൾ എങ്ങനെയാണ് ചാറ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ സൂമിൽ ഏറ്റവും താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇവിടെ കാണിക്കുന്നില്ല ചാറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് 1 കണ്ടില്ലേ, അതിൽ ചാറ്റ് എന്ന് കാണിക്കുന്നില്ലേ, അതുപോലെ ഈ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 കാണിക്കുന്നത് പോലെ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ഇത് ഓപ്പൺ ആയി വരും. അപ്പോൾ അവിടെ ടൈപ്പ് മെസ്സേജ് ഹിയർ എന്ന് കണ്ടോ, അവിടെ നിങ്ങളുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു ആരോ മാർക്ക് വരും. ആ ആരോ മാർക്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ചാറ്റും നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഈ ഒരു മീറ്റിങ്ങിലേക്ക് വരുന്നതാണ്.